നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കേരളീയ സമൂഹമാണ്. കേരളത്തിലെ ഒരു വലിയ ബോംബിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ. NDTVയുടെ ഒരു സർവേ ഫലം വലിയ ചർച്ചയായി. കേരളത്തിൽ മൂന്നാം തുടർ ഭരണം LDFന് കിട്ടില്ല എന്നും UDF അധികാരത്തിൽ വരും എന്നുമാണ് സർവേ പറയുന്നത്. സർവേകൾ പറയുന്നത് ആ സർവേ എടുക്കുന്ന സമയത്ത് ഉള്ള മൂഡാണ് എന്നാണ് അവർ പറയാറുള്ളത്. അല്ലാതെ സർവേ പൊളിയുന്ന ഘട്ടത്തിൽ പറയും അത് അന്ന് ഉള്ള മൂഡാണ്, ഇപ്പോൾ ഇലക്ഷൻ നടക്കുമ്പോൾ വേറെ മൂഡാണ് എന്നവർക്ക് ന്യായത്തിനുള്ള ഒരു വകുപ്പുമുണ്ട്. എന്നാൽ UDFനെ സംബന്ധിച്ച് ഈ സർവേയും അത്രയ്ക്കങ്ങ് സന്തോഷകരമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സർവേയുടെ വസ്തുതകളിൽ ചില പ്രശ്നങ്ങളുണ്ട്. LDF നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതി മെച്ചപ്പെടുത്തി മുന്നോട്ട് കയറി വന്നു എന്നാണ്, UDFന് തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു എന്നാണ് സർവേയുടെ പ്രവചനം. 6 മാസത്തിനകം ഉണ്ടായ ഒരു മാറ്റം നമുക്ക് തരുന്ന സൂചന. എന്തുകൊണ്ടാണ് അങ്ങനെ? നമുക്ക് 2 പോയിന്റുകൾ നോക്കാം. ഒന്നാമത്തേത് മുന്നണി എന്നുള്ള നിലയിലുള്ള മെച്ചപ്പെട്ട പ്രവർത്തനമാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ വോട്ട് വൈബ് എന്ന സർവേ ഏജൻസി NDTVക്ക് വേണ്ടി നടത്തുന്ന സർവേകളെക്കുറിച്ച് അറിയണം. ഇതിപ്പോൾ 2ാമത്തെ സർവേയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്, പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഘട്ടം ഘട്ടമായി അവർ നടത്തുന്ന സർവേകളിൽ 2ാമത്തേത്. അപ്പോൾ ആദ്യത്തെ സർവേ 2025 ജൂലൈയിലായിരുന്നു. ആ സർവേയിൽ നിന്ന് LDF ഒരുപാട് മുന്നോട്ട് നടന്ന 6 മാസത്തിന് ശേഷമുള്ള സർവേ ഫലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആദ്യം ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച സർവേ നോക്കാം. ഭരണവിരുദ്ധ വികാരം ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു സർവേയിൽ. അതായത് സർവേയിൽ പങ്കെടുത്ത 50% പേരും ഭരണത്തിന് എതിരെ വോട്ട് ചെയ്തു. അനുകൂലമായി വെറും 40% പേരാണ് വോട്ട് ചെയ്തത്. എന്നാൽ പുതിയ സർവേയിൽ അനുകൂല നിലപാട് വർദ്ധിച്ചു. എതിർക്കുന്നവരുടെ ശതമാനം 50 തന്നെ 51.9 നിലനിൽക്കുന്നു. പക്ഷേ സർക്കാരിനെ അനുകൂലിക്കുന്ന നിലപാട് 48.1% പിന്തുണയായി മാറി. ജൂലൈയിലേതിൽ നിന്ന് 8% വർധന സർക്കാരിനെ അനുകൂലിക്കുന്ന ആളുകളിൽ ഉണ്ടായി. അത് കൂടിയെന്ന് മാത്രമല്ല, പകുതിയോട് തൊട്ടടുത്ത് നിൽക്കുകയാണ്. ആദ്യ സർവേക്ക് ശേഷമുള്ള ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനം, നവംബറിലെ പ്രഖ്യാപനം പിന്തുണ വർദ്ധിപ്പിക്കുന്നതിൽ സഹായമായി എന്ന് വേണം കരുതാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷത്തിന് നില മെച്ചപ്പെടുത്താനും സഹായിച്ചിട്ടുണ്ട് ഇത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. 2 സർവേകളിലെ ട്രെൻഡ് വെച്ച്, അതായത് 6 മാസം ഉള്ള ഈ മാറ്റത്തിൻ്റെ ട്രെൻഡ് വെച്ച് മുന്നോട്ട് പോകുന്നു എന്ന് നോക്കിയാൽ ഇനി LDFന് പിന്തുണ വർദ്ധിക്കുന്ന പ്രവണതയാണ് ഉണ്ടാവുക എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വരാനിരിക്കുന്ന പൊതു ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിക്കാനുള്ള ജനക്ഷേമ പദ്ധതികൾ അതിൽ അങ്ങനെയാണെങ്കിൽ നിർണായക സ്വാധീനം ചെലുത്തും, ഈ സർവേ ശരിയാണെങ്കിൽ എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള ഒരു വസ്തുത. ഇനി 2ാമത്തേത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യമാണ്. അവരുടെ കാര്യം നോക്കാം. ജൂലൈയിലെ സർവേയിൽ, 6 മാസം മുമ്പുള്ള ജൂലൈയിലെ സർവേയിൽ ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ പിന്തുണ എങ്ങനെയാണ്? പിണറായി വിജയന് 17.5%, KK ശൈലജയ്ക്ക് 24.2%, പിന്നെ റിയാസും ബേബിയും ഗോവിന്ദമാഷും K രാധാകൃഷ്ണൻ വരെ അന്ന് ഇവരുടെ പട്ടികയിലുണ്ടായിരുന്നു. അന്ന് UDFൽ ശശി തരൂരായിരുന്നു ഏറ്റവും മുന്നിൽ. തരൂരിന് 28%, രണ്ടാമതെത്തിയ VD സതീശന് 15.4% വോട്ട് കിട്ടി. അന്ന് KC വേണുഗോപാലും ഈ പട്ടികയിൽ ഉണ്ടായിരുന്നു. മുരളിയും പിന്നെ AK ആൻ്റണി വരെ പട്ടികയിലുണ്ടായിരുന്നു. എന്നാൽ രമേശ് ചെന്നിത്തലയും ഈ പട്ടികയിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വന്ന സർവേയിൽ മുഖ്യ നേതൃത്വത്തിലുള്ള രമേശ് ചെന്നിത്തല ഇല്ല. ചെന്നിത്തലയെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ചെയ്ത സർവേയാണ്. തരൂരിനെ കൂടാതെ KC വേണുഗോപാൽ ഇത്തവണയുണ്ട്. KCക്ക് 6.4% പിന്തുണ ഇത്തവണത്തെ സർവേയിലുണ്ട്. BJPയിൽ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം K സുരേന്ദ്രൻ വരെയുണ്ട്. അപ്പോഴും ചെന്നിത്തലയില്ല. അതുകൊണ്ടാണ് സർവേയുടെ പിന്നിൽ സതീശൻ ക്യാമ്പാണോ എന്ന് ചിലർ സംശയിക്കുന്നത്. അതായത് മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോൾ MLAയുമായിരിക്കുന്ന ആൾ അടുത്ത തെരഞ്ഞെടുപ്പിലും മത്സരിക്കുമെന്ന് മിക്കവാറും ഉറപ്പുള്ള ചെന്നിത്തല, ആ ചെന്നിത്തല ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല എന്നാണ് ഇവർ പറയുന്നത്. അയാൾക്ക് എത്ര ശതമാനം കിട്ടിയെന്ന് അവർ പ്രസിദ്ധീകരിക്കുന്നില്ല. മാത്രമല്ല അയാളെ ലിസ്റ്റ് ചെയ്തിട്ടേ ഇല്ല. എന്നാൽ അടുത്തെങ്ങും ഇല്ലാത്ത KC ഉണ്ട്. KC MLA അല്ല, അടുത്ത തവണ മത്സരിക്കും എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഒരു വാർത്തകൾ വരുന്നത് നമുക്കറിയാം. എന്നാൽ കോൺഗ്രസുമായി അകന്നു നിൽക്കുന്ന ഒരു സാധ്യതയുമില്ലാത്ത ശശി തരൂരുണ്ട്. ചെന്നിത്തല തന്നെ ഇത് ചിലർ പ്ലാൻ ചെയ്ത സർവേ ആണെന്ന വിമർശനം ഉന്നയിച്ചത് ഈ ഒരു സാഹചര്യത്തിലാണ്. അതൊക്കെ ചുമ്മാ വെറുതെ വേണ്ട, എന്റെ പേരില്ലാതെ വളരെ നന്നായി. കാരണം എന്റെ പേരില്ലാതെ വളരെ നന്നായി. കാരണം ഇതെല്ലാം ആളുകൾക്ക് വേറെ ജോലി ഇല്ലാഞ്ഞിട്ട് ഓരോരുത്തർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഇതൊന്നും ഒരു കാര്യമുള്ളതാണ്. പാർട്ടിക്ക് പാർട്ടിയുടേതായ സിസ്റ്റം ഉണ്ട്. അല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ സർവേ നടത്തുന്നത് ഇത് ഓരോ താല്പര്യം അനുസരിച്ച് ഓരോരുത്തർ ഇറക്കുന്നതാണ്. അത് നമ്മുടെ പേരില്ലാതെ തന്നെ. SDPIയും SNDPയും യോജിച്ച് പുതിയൊരു പോരാട്ടം തുടങ്ങുകയും സാമുദായികമായി സതീശന്റെ പ്ലാൻ വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ്
ഈ സർവേ എന്നത് ശ്രദ്ധേയമാണ്. ചെന്നിത്തലയുടെ വിമർശനവും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ചില രാഷ്ട്രീയ സൂചനകൾ അതിൽ നിന്ന് വ്യക്തമാണ്. ഇനി സർവേ പ്രസിദ്ധീകരിച്ച ശൈലിക്കെതിരെയും വിമർശനം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഈ സർവേ സമഗ്രതയിൽ അങ്ങനെ ഒരു പാഠം നമുക്ക് നൽകുന്നുണ്ട്. LDF ജയിക്കുമോ UDF ജയിക്കുമോ എന്നതല്ല നമ്മുടെ പ്രശ്നം, മറിച്ച് ഒരു സർവേയിലൂടെ എന്തെല്ലാം ഒളിച്ചു കടത്താം എന്നത് ഈ സർവേ കാണിച്ചു തരുന്നുണ്ട്. യഥാർത്ഥ കണക്കുകൾ ഒളിപ്പിച്ചു വെച്ച് ഒരു വ്യാജ നറേറ്റീവ് ഉണ്ടാക്കാൻ ദൃശ്യങ്ങൾ വഴി കളിക്കുന്നത് എങ്ങനെയെന്നത് ഒരു ചോദ്യമാണ്. ഒരു ഗ്രാഫിൽ കൂടിയ പോയിന്റ് നേടിയതിനേക്കാൾ വലുതായി കുറഞ്ഞ പോയിന്റ് നേടിയ പാർട്ടിയെ പ്രൊജക്റ്റ് ചെയ്ത് അവതരിപ്പിക്കുക. അത് എങ്ങനെയാണ് നമ്മളെ കാഴ്ചയെ സ്വാധീനിക്കുക? അതിൻ്റെ ഉദ്ദേശം എന്താണ്? പ്രേം ശങ്കർ ചക്കിങ്ങൽ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: ഇത് വെറും ഒരു രാഷ്ട്രീയ പോസ്റ്റല്ല, നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ഡാറ്റ ലിറ്ററസി പാഠമാണ്. ഡാറ്റ ഡിസ്റ്റൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് കണക്കുകൾ ഉപയോഗിച്ച് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകും. ഹൗ ടു ലൈ വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണിത്. നമ്മളൊരു ചാർട്ടോ ഗ്രാഫോ കാണുമ്പോൾ നമ്മുടെ മസ്തിഷ്കം ആദ്യം ശ്രദ്ധിക്കുന്നത് അതിലെ നമ്പറുകളല്ല, മറിച്ച് ആ ചിത്രത്തിലെ ബാറുകളുടെ വലിപ്പത്തെയാണ്, വിഷ്വൽ പെർസെപ്ഷനെയാണ്. ഇവിടെ കൃത്യമായി മുതലെടുത്തിരിക്കുന്നതും മനുഷ്യൻ്റെ ആ സഹജവാസനയാണ്. ഇവിടെ സംഭവിച്ചു നോക്കുക. ഒരു പാർട്ടിക്ക് 14.7%, മറ്റേ പാർട്ടിക്ക് 16.9%. ഗണിതം അറിയാവുന്ന ഏതൊരാൾക്കും അറിയാം 14.7 എന്ന സംഖ്യ 16.9 ചെറുതാണ് എന്ന്. പക്ഷേ ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? 14.7 എന്നത് 16.9 വലുതായിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇതിനെയാണ് വിഷ്വൽ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഡാറ്റ ഡിസ്ട്രോഷൻ എന്ന് പറയുന്നത്. ഇത് ഡാറ്റ സ്റ്റോറി ടെല്ലിംഗ് അല്ല, മറിച്ച് ഡാറ്റയെ വളച്ചൊടിച്ച് കള്ളം പറയലാണ്. ഒരു പ്രത്യേക പാർട്ടിയെ BJPയെ മുന്നിൽ കാണിക്കാൻ ചെയ്തതാണോ ഇത് എന്നത് രണ്ടാമത്തെ കാര്യമാണ്. എന്നാൽ കൃത്യമായൊരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ഡാറ്റയെ വളച്ചൊടിക്കുന്നത് മാധ്യമധർമ്മമല്ല. NDTV പോലൊരു ദേശീയ മാധ്യമത്തിൽ നിന്ന് ഇത്രയും തരം താണ ഒരു ഗ്രാഫിക്സ് തട്ടിപ്പ് പ്രതീക്ഷിച്ചതല്ല. പാഠം: കണക്കുകളെ കണ്ണടച്ച് വിശ്വസിക്കരുത്. ആരാണ് ആ കണക്കുകൾ അവതരിപ്പിക്കുന്നത് എന്നും അവർ അതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നും ആദ്യം പരിശോധിക്കുക. നമുക്കിടയിൽ ഡാറ്റ ലിറ്ററസി ഇല്ലെങ്കിൽ ജനാധിപത്യം തന്നെ വെറും ഒരു തമാശയായി മാറും എന്നാണ് പ്രേം ശങ്കർ ചക്കിങ്ങൽ എഴുതുന്നത്. ഇങ്ങനെ ആകെ നോക്കിയാൽ എന്തൊക്കെയോ ലക്ഷ്യമിട്ട് ആർക്കൊക്കെയോ വേണ്ടിയുള്ളൊരു സർവേ, ആരുടെയൊക്കെയോ ആഗ്രഹങ്ങൾ നിറഞ്ഞ അത് നിറവേറ്റാനുള്ള ഒരു ശ്രമം. മാധ്യമപ്രവർത്തകൻ സനീഷ് അളയടത്തിൻ്റെ ഒരു നിരീക്ഷണം ഈ നിരീക്ഷണം കൂടി ഈ വീഡിയോയിൽ നിങ്ങളെ കേൾപ്പിക്കാം. സമാനമായ മറ്റൊരു സ്ഥാപനം അംബാനിയുടെ ന്യൂസ് 18 ആണ്. അദാനിയുടെ NDTVയുടെ സർവേയെക്കുറിച്ച് അംബാനിയുടെ ന്യൂസ് 18ലെ മറ്റൊരു സർവേയുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് ന്യൂസ് മലയാളം 24/7 പരിപാടിക്ക് മാധ്യമപ്രവർത്തകൻ സനീഷ് അളയടത്ത് ഈ ചാനലിൽ നിന്ന് ഒരു പരിപാടിക്കിടെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നു, അവിടെ ഒരു തവണ സർവേ വന്നതും 1 മുതൽ 11 സീറ്റുകൾ വരെ BJPക്ക് കിട്ടും എന്നാണ്. ഞങ്ങളവിടെ നാഷണൽ ചാനലിൻ്റെ മലയാളം ചാനലിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ആളുകൾ അവിടെയുള്ളവരോട് പറഞ്ഞു, ഇതെന്താണ്, ഏതാണ് ഈ 11 എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, മണ്ഡലങ്ങൾ ഏതാണ് എന്നൊന്നും പറയാൻ കഴിയില്ല, പക്ഷേ കിട്ടും എന്ന് പറഞ്ഞു. ഹിന്ദിക്കാർ ദൂരെ നിന്ന് കാഴ്ചയാണ് കേരളത്തെക്കുറിച്ച്. അവരുടെ കേരള സ്റ്റോറി അങ്ങനെ വേറെയാണ്. സംഭവിക്കുന്നത് എന്താണ്? ഇവർ വിളിച്ചു ചോദിക്കുന്നു, ആരാണ് അവിടെ ഭരണകക്ഷിയുടെ പ്രധാനപ്പെട്ട ആൾ? പിണറായി വിജയൻ. ഓക്കെ. രണ്ടാമത്തേത് KK ശൈലജ. അപ്പോൾ പ്രതിപക്ഷത്തിനോ VD സതീശൻ. രണ്ടാമത്തെയോ അത് പിന്നെ ശശി തരൂരാണല്ലോ, ദേശീയ അടിസ്ഥാനത്തിൽ അറിയുന്ന ആൾ. ഇവിടെ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും കൂടി നിൽക്കുകയാണ്. ഇതൊക്കെ വെച്ച് പരക്ക സർവേ നടത്തി ഒരു മാനദണ്ഡവുമില്ലാതെ കുറേ പേരോട് ചോദിക്കും. അവരുടെ ആഗ്രഹങ്ങൾ കൂടി വെച്ച് സർവേ എന്ന് പറഞ്ഞ് ഇതൊക്കെ വെച്ച് പുറത്തുവിടും. അല്ലാതെ ഇതൊരു അക്യുറേറ്റായ സർവേ ഫലമായിരിക്കണമെന്ന് തോന്നുന്നേയില്ല. പൂർണ്ണമായും തള്ളി പറയാൻ കഴിയില്ല. പല കണക്കുകളും നോക്കിയാൽ പക്ഷേ എങ്ങനെയല്ല. പിണറായിയുടെയും ശൈലജയുടെയും വോട്ട് വെച്ച് നോക്കിയാൽ CPMനാണ് കൂടുതൽ വോട്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുപോലെ ശശി തരൂരിൻ്റെയും VD സതീശൻ്റെയും ചേർത്താലോ അത് അതിൻ്റെ പിന്നാലെ വരും. സർവേ ഫലത്തിൻ്റെ മുഖ്യ സോഴ്സ് വോട്ടർമാർ എന്നതിനപ്പുറത്ത് മാധ്യമ വിശകലനങ്ങളാണ് എന്ന് വേണമെങ്കിൽ കരുതാവുന്നതാണ്. സനീഷ് അളയടത്തിൻ്റെ ഈ പരാമർശം, അദ്ദേഹത്തിൻ്റെ ചാനലിലുള്ള ഈ വിശകലനം അതുകൂടി ചേർത്ത് വായിക്കേണ്ട കാര്യമാണെന്ന് തോന്നുന്നു. മാസങ്ങളായി മലയാള മാധ്യമങ്ങളിലെ ചർച്ചകളും വിശകലനങ്ങളും പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട വാർത്തയും അടിസ്ഥാനമാക്കി അതിൻ്റെ യുക്തിയിൽ ശരിയായ വിശകലനം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ആളുകളുടെ പൊതുസമൂഹത്തിൻ്റെ മനസ്സിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള വിശകലനമല്ല. ഉദാഹരണത്തിന് പോളറൈസേഷൻ്റെ കാര്യം. കുറച്ച് നാളായി നടപ്പാക്കി വരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു നയതന്ത്രമുണ്ട്. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഒരു ഭാഗത്തും മുഖ്യമന്ത്രിയെ മുൻനിർത്തി ഈഴവരെ കേന്ദ്രീകരിച്ച് എതിരാഖ്യാനവും രൂപീകരിച്ച് സൃഷ്ടിച്ച് പ്രചരിപ്പിക്കുന്ന ഒരു പരിപാടി. ആ പരീക്ഷണം വിജയകരമാണ് എന്ന് തെളിയിക്കുന്നതാണ് സർവേയുടെ ഉള്ളടക്കം. കാരണം അതിൻ്റെ കൂടി റിസൾട്ടാണല്ലോ ഇത്. അതിൻ്റെ ഫലമായി മുസ്ലിം ന്യൂനപക്ഷം ഒരു പരിധിവരെ സർക്കാരുമായും ഇടതുപക്ഷവുമായി അകന്നു എന്ന് ഫലത്തിൽ നമുക്ക് പറയാം, സൂചനകൾ വെച്ച് പറയാം. എന്നാൽ മുസ്ലിം ഈഴവ കോൺഫ്ലിക്റ്റ് CPMന് മേൽ സൃഷ്ടിച്ച മുസ്ലിം വിരുദ്ധത എന്ന ആഖ്യാനം വോട്ടായി മാറി എന്ന് കരുതിയാൽ തന്നെ
ഭരണവിരുദ്ധ വികാരം എത്രത്തോളം അളന്നു എന്നതാണ് മറ്റൊരു ചോദ്യം. 10 വർഷത്തെ മടുപ്പ്, സാധാരണ നമ്മൾ പറയുന്ന മടുപ്പ് എന്നതിനപ്പുറത്ത് ഭരണം എന്ന നിലയിൽ ക്ഷേമ പദ്ധതികൾ, സാമൂഹ്യ സ്ഥാപനങ്ങൾക്കുള്ള മെച്ചപ്പെട്ട സാഹചര്യം, ഭൗതിക സാഹചര്യം, മികച്ച നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു കേരള സാഹചര്യം അത് കൊണ്ടുപോകാൻ സർക്കാരിനായിട്ടുണ്ട്. അതിൻ്റെ മികവായിരിക്കണം ആദ്യം ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച സർവേയിൽ നിന്ന് ഈ സർവേയിലേക്കുള്ള മുന്നോട്ട് പോക്കിൽ മികവുണ്ടാക്കാനുള്ള കാരണം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ എതിർ ട്രെൻഡ് കുറക്കാനുള്ള കാരണം. മികച്ച സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിച്ച ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടുകൂടിയാകാം ഈ സർവേയിലെ വ്യത്യാസം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും അങ്ങനെ സർവേയിൽ ഈ ഒരു എതിർവികാരം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ ഭരിക്കുന്നവർക്കെതിരായ വിഭാഗീയ വികാരങ്ങൾ രൂപപ്പെടുത്തുകയും സമൂഹത്തിൽ അത് മുഖ്യ ചർച്ചയാക്കുകയും മതപരമായി തന്നെ ഒരു വിഭാഗത്തെ എതിരാക്കുകയും ചെയ്യുന്നതിൽ വിജയിച്ച പ്രതിപക്ഷത്തിന് ഇത് വെച്ച് മുന്നോട്ട് പോകാമെന്നുള്ളൊരു സന്ദേശം കൂടി ഇവിടെയുണ്ട്. എന്തായാലും ഭരണം കിട്ടുമല്ലോ, കുറച്ച് കുറഞ്ഞിട്ടാണെങ്കിലും എന്നുള്ള ഒരു സാഹചര്യം. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, അത്ര സുഗമമല്ല LDFനെ സംബന്ധിച്ച് ഇനിയുള്ള നാളുകൾ. പക്ഷേ NDTV സർവേ പ്രകാരം നിലവിലുണ്ടായിരുന്ന ഒരു വലിയ തിരിച്ചടിയെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് LDF എന്ന് വേണം കരുതാൻ. ഇനി ബജറ്റ് കൂടി വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോകും. ഒപ്പം സ്ഥാനാർത്ഥി നിർണയത്തിൽ സാമർഥ്യം കാണിക്കുക എന്നതും പ്രധാനമാണ്. UDFനും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടി വരും എന്നുകൂടിയുള്ള മുന്നറിയിപ്പാണ് ഈ സർവേ, 6 മാസത്തിന് ശേഷമുള്ള ഈ സർവേ. ഏതായാലും ഇനിയുള്ള വോട്ട് വൈബിൻ്റെ NDTV സർവേക്ക് പിന്നാലെ ഇനിയും 1 ഡസൻ സർവേയെങ്കിലും വേറെയും വരും. സർവേ പ്രളയമാണ് വരാനിരിക്കുന്നത്. കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.